ഇറാനെതിരായ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. യുദ്ധം തുടരണമെന്ന നെതന്യാഹു കടുത്ത നിലപാട് സ്വീകരിച്ചെന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ചൊവ്വാഴ്ച ഇരു നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 1 മണിക്കൂറോളം നീണ്ട ചർച്ചയിൽ നീണ്ട പിരിമുറുക്കമുള്ള സംഭാഷണം നടന്നതായും ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ വ്യോമാക്രമണം പുനരാരംഭിക്കണമെന്ന് ഇസ്രയേൽ നിർബന്ധം പിടിച്ചതുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാൻ ഭരണകൂടത്തെ ദുർബലപ്പെടുത്തുന്നതിനായി സൈനിക ശേഷിയും അടിസ്ഥാന സൗകര്യങ്ങളും തകർക്കണമെന്നും ഇതിനായി നേരത്തെ തീരുമാനിച്ച പോലെ യുദ്ധം പുനരാരംഭിക്കണമെന്നും ബെഞ്ചമിൻ നെതന്യാഹു നിലപാടെടുത്തു. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ ഒരു അവസരം കൂടി നൽകാമെന്നായിരുന്നു ട്രംപ് ആഗ്രഹിച്ചത്. ഇതിൽ വിജയം കണ്ടില്ലെങ്കിൽ യുദ്ധം പുനരാരംഭിക്കാൻ താൻ തയ്യാറാണെന്നും ട്രംപ് അറിയിച്ചു. യുദ്ധം ഔപചാരികമായി അവസാനിപ്പിക്കുന്നതിനായി ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കാൻ ഒരു ഇന്റന്റ് ലെറ്റർ തയ്യാറാക്കുന്നുണ്ടെന്നും ഖത്തറും പാകിസ്ഥാനും മധ്യസ്ഥരായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ട്രംപ് നെതന്യാഹുവിനോട് പറഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ധാരണാപത്രത്തിൽ ഒപ്പിടുന്നതിലൂടെ ചർച്ചകൾക്കായി 30 ദിവസം ലഭിക്കും. ഈ കാലയളവ് ഇറാന്റെ ആണവ പദ്ധതി, ഹോർമൂസ് കടലിടുക്ക് തുറക്കൽ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് പ്രയോജനപ്പെടുത്താനാകും എന്നാണ് ട്രംപ് പറയുന്നത്. എന്നാൽ ട്രംപിന്റെ ഈ തന്ത്രത്തോട് നെതന്യാഹു വിയോജിച്ചതായാണ് ഇസ്രയേൽ വൃത്തങ്ങൾ പറയുന്നത്. ആക്രമണങ്ങൾ വൈകിപ്പിക്കുന്നത് തെറ്റാണെന്ന് താൻ വിശ്വസിക്കുന്നുണ്ടെന്നും ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതുപോലെ തുടരണമെന്ന് ട്രംപിനോട് പറഞ്ഞതായും നെതന്യാഹു തന്റെ നിരാശ അറിയിച്ചതായും ഇസ്രയേൽ വൃത്തങ്ങൾ പ്രതികരിച്ചു. ഇറാനെതിരെ വീണ്ടും ആക്രമണം നടത്തുന്നതിന് പകരം ഒരു സമാധാന കരാറിലെത്താൻ അമേരിക്ക താൽപര്യം പ്രകടിപ്പിച്ചത് ഇസ്രയേലിനെ ചൊടിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ഇതിനിടെ ഇറാൻ വിഷയത്തിൽ താൻ ആവശ്യപ്പെടുന്നത് എന്തും നെതന്യാഹു ചെയ്യുമെന്ന് ട്രംപ് അവകാശപ്പെട്ടു. തങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണുള്ളതെന്ന് ട്രംപ് വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് ടോൾ ഈടാക്കാനുള്ള ഇറാന്റെ നിർദ്ദേശത്തെക്കുറിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചിരുന്നു. വൈറ്റ് ഹൌസിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവെ ഞങ്ങൾ ഈ വിഷയം പരിശോധിച്ചു വരികയാണെന്ന് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കപ്പൽ ഗതാഗതത്തിന് ടോൾ ഈടാക്കാനുള്ള ഇറാന്റെ നീക്കത്തെ പൂർണ്ണമായി തള്ളിയ ട്രംപ് നിലവിൽ ജലപാത തങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണെന്ന് അവകാശപ്പെട്ടു. നിങ്ങൾക്കറിയാവുന്നതുപോലെ തങ്ങളുടെ നാവിക ഉപരോധത്തിലൂടെ ഹോർമൂസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം ഇപ്പോൾ അമേരിക്കയ്ക്കാണ്. ഈ ഉപരോധം 100% ഫലപ്രദമാണ്. അതിലൂടെ ആർക്കും കടന്നുപോകാൻ സാധിച്ചിട്ടില്ല. അതൊരു ഇരുമ്പ് മതിൽ പോലെ ശക്തമാണെന്ന് ട്രംപ് അവകാശപ്പെട്ടു. ഹോർമൂസ് അന്താരാഷ്ട്ര ജലപാതയാണെന്നും അവിടെ സ്വാതന്ത്ര്യമായ കപ്പൽ ഗതാഗതമാണ് യുഎസ് ആഗ്രഹിക്കുന്നതെന്നും ടോൾ പിരിക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ അവകാശവാദങ്ങൾക്ക് വിരുദ്ധമായ വിവരങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇറാൻ പുറത്തുവിട്ടത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ എണ്ണ ടാങ്കറുകളും കണ്ടെയ്നർ കപ്പലുകളും ഉൾപ്പെടെ 31 വാണിജ്യ കപ്പലുകൾ തങ്ങളുടെ നാവികസേനയുടെ പൂർണ്ണ മേൽനോട്ടത്തിലും ഏകോപനത്തിലും സുരക്ഷിതമായി ഹോർമൂസ് കടലിടുക്ക് മറികടന്നതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വ്യക്തമാക്കിയിരുന്നു. ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധത്തെ ചൊല്ലി അമേരിക്കയും ഇറാനും പരസ്പര വിരുദ്ധമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതോടെ പശ്ചിമേഷ്യൻ മേഖലയിലെ നാവിക പ്രതിസന്ധി കൂടുതൽ സങ്കീർണമാവുകയാണ്. അതേസമയം നിലവിലെ യുഎസ് ഇറാൻ സംഘർഷത്തിനിടയിൽ അമേരിക്കയ്ക്ക് വൻ സൈനിക സാമ്പത്തിക നഷ്ടമെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. യുഎസ് സൈന്യം ഉപയോഗിച്ചിരുന്ന 20ലധികം അത്യാധുനിക MQ-9 റീപ്പർ ഡ്രോണുകൾ ഇറാൻ തകർത്തതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. യുഎസ് പ്രതിരോധ മന്ത്രാലയമായ പെന്റഗണിന്റെ പക്കലുണ്ടായിരുന്ന ആകെ ഡ്രോൺ ശേഖരത്തിന്റെ 20%-ഓളമാണ് ഇതോടെ നഷ്ടമായിരിക്കുന്നത്. ഏകദേശം $100 കോടി മൂല്യമാണ് ഈ ഡ്രോണുകൾക്കുള്ളത്. ചില ഡ്രോണുകൾ പറക്കുന്നതിനിടയിൽ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വെടിവെച്ചിട്ടതാണെന്ന വിഷയവുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. മറ്റ് ചില ഡ്രോണുകൾ യുഎസ് സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങളിൽ തറയിൽ വെച്ച് തന്നെ തകർക്കുകയായിരുന്നു. സാങ്കേതികവും പ്രവർത്തനപരവുമായ തകരാറുകൾ മൂലവും ഡ്രോണുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള പരോക്ഷ ചർച്ചകൾ പുരോഗമിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. പാകിസ്ഥാൻ മധ്യസ്ഥനായി പ്രവർത്തിക്കുന്ന ചർച്ചകളിൽ ഇരു രാജ്യങ്ങളും സന്ദേശങ്ങളും കരാറിന്റെ കരട് രേഖകളും പരസ്പരം കൈമാറുന്നതായി ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.